ബലി കഴിഞ്ഞാൽ അവസാനം സങ്കല്പിക്കുക, അതിൻ്റെ ആ ദർഭയുടെ കെട്ടഴിച്ച് സങ്കല്പിക്കുക, വിഷ്ണു പാദത്തിൽ ജയിക്കുകയാണ് ഞങ്ങൾ സങ്കല്പിക്കുക. മനസ്സിലായോ? വിഷ്ണു എന്താ വ്യാപിച്ചു നിൽക്കുന്നത്, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അവസ്ഥ. ആ ക്രിയ തുടങ്ങി വെച്ചാൽ നെഞ്ചത്ത് കൈ വെച്ച് ഈ കറുകയും എള്ളും വിലകൂടെ കൂട്ടി നെഞ്ചത്ത് കൈ വയ്ക്കും. ഇതിന് പിതുക്കളെ സങ്കല്പിച്ച് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ആവാഹിക്കുന്ന ഇവിടുന്ന തൻ്റെ ഉള്ളിൽ. മനസ്സിലായല്ലോ? ഞാൻ എന്നുള്ള സത്യത്തിൽ ആരാ? എൻ്റെ പൂർവികന്മാരാണ് വിളിക്കുന്നത്. അച്ഛനും മുത്തശ്ശനൊക്കെയാണ് ഞാൻ എന്ന് പറയുന്നത്, അല്ലേ? മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്ത് കാര്യമില്ല. കാരണം അത് ഹിന്ദുവിന്റെ സിദ്ധാന്തങ്ങളില്ല. കാരണം എന്താ? ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന് ഫലം അനുഭവിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്നേ ഉള്ളൂ. ലോകത്തിൽ ഒരു മനുഷ്യൻ മാത്രമാണ് പറഞ്ഞത്, ഞാൻ എല്ലാവരും പാവം ഞാൻ ഏറ്റെടുക്കുവാണ്. ആരെന്ത് എല്ലാം കുറിച്ച് അതിന്റെ ഈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞത് അതിന്റെ ഫലം അനുഭവിച്ചു. ആളെ കുറിച്ച് നടത്തി കൊണ്ടുപോകുന്നില്ല. കാരണം മനുഷ്യൻ ഇപ്പം ലോകത്തെ വഴിതെറ്റിക്കും. കാരണം ഉണാന്റെ കർമ്മം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ നമ്മൾ പൂർവികന്മാർ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പൂർവികനുണ്ട്. മനസ്സിലായില്ല? അവർക്ക് ആ ബോധത്തെ, ഞാനെന്ന ബോധത്തെ പ്രപഞ്ചബോധത്തോട് വികസിക്കാൻ സഹായിക്കുന്ന ഒരാധ്യാത്മികമായ ക്രിയയാണ് പൂജകർമ്മം. കാരണം തൻ്റെ ഉള്ളിൽ നിന്ന് ആവാഹിച്ചു വയ്ക്കുക. ചെറിയ പൂജ, ബലിക്കുന്ന ചെറിയ പൂജ. അവിടെ തുളസിക്ക് പകരം ചെറുകൾ ഉപയോഗിക്കുന്നു. ജലം, ഗന്ധം, പുഷ്പം, 3 വെള്ളം, 3 ചന്ദനം, 3 പറയും. അത് പൂജയാണ്. ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ടുള്ള പൂജ. ധൂപദീപം ഇല്ല എന്ന് മാത്രമേ. 5 വസ്തുക്കൾ എല്ലാ പൂജയും ഉപയോഗിക്കുന്നത്. 3 പ്രധാന വസ്തു ഉപയോഗിക്കുന്നു. 3 വെള്ളം, 3 ചന്ദനം, അങ്ങനെ പൂജ ഉപയോഗിക്കുക. ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ചെറിയ പൂജ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവസാനം അഴിച്ചു ഗർഭയുടെ കെട്ടിയ ചർമ്മമായി ഉപയോഗിക്കാം. അത് കഴിച്ചുകൊള്ളു. ഈ കെട്ടം കഴിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നത്? പ്രപഞ്ചത്തിലേക്ക് ലയിക്കാം. ആ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചബോധം ലയിക്കും. ഞാൻ എൻ്റെ ബോധത്തെ പ്രപഞ്ചബോധത്തോട് ഉയരാൻ സഹായിക്കുന്ന ആധ്യാത്മികമായ ക്രിയയാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്രിയയാണ്. അപ്പം നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്പിന് വേണ്ടിയുള്ള ക്ലാസ്സിന് വേണ്ടി എവല്യൂഷന് വേണ്ടിയുള്ള ഒരു ക്രിയയാണ്. തൻ്റെ ഉള്ളിൽ തൻ്റെ പൂർവികന്മാരുണ്ട്. അതുകൊണ്ട് തന്നിലൂടെ അവർക്ക് ആ മോക്ഷം കിട്ടാം. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരിക്കലും ഞാൻ എറണാകുളത്ത് കുടുംബത്തേക്ക് വരുമ്പോഴേ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിട്ടുണ്ട്. കിട്ടാത്ത കോഴിക്കോട് ഒരു സ്ഥാപനമുണ്ട്. ഈ ആദിവാസി സംഘടന, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അത് ചീഫാണ്. എൻ്റെ കയ്യിൽ ഒരു പ്രഗതി എന്നുള്ള മാസിക, പ്രഗതി തിയറിറ്റിക്കൽ സംഘം. ഞാൻ എറണാകുളത്ത് വായിച്ചു, വളരെ പരിചിതമായി വായിച്ചു. ഞങ്ങൾക്ക് ഈ സാധനമാണ് കണ്ടില്ല. ഇതേപോലെ കമ്മ്യൂണിസ്റ്റൊക്കെ പക്ഷേ കണ്ടില്ല. പലിശ തിരക്കൊന്നും തൊട്ടടുത്ത് ഞാൻ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് ഇയാൾക്കാരോട് വർത്താനം പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാനോട് വർത്താനം പറയുന്നുണ്ട്. ഞാൻ ഒഴിവാക്കി. കാരണം എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ശ്വാസം വിട്ട് തുടങ്ങി. ശ്വാസം വിട്ട് ചോദിച്ചു എവിടെ നിന്ന് വല്ല എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ് വരുന്നത്. എന്താ പ്രശ്നം ചോദിച്ചു. അച്ഛൻ മരിച്ചു. ഈ ക്രിയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറയാം എനിക്കൊരു വിശ്വാസമില്ല, പക്ഷെ അതൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് കർച്ചയും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനയാൾ പറഞ്ഞു അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശ്രയിച്ച് എന്തിനാണ് ചെയ്യുന്നത് അറിയണം ആയ ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്തത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്ന പൂർണ്ണോട് ചെയ്യാൻ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പൂർണ്ണോട് വിശ്വാസം ഞങ്ങൾക്ക് ചെയ്ത റിസൾട്ട് ഉണ്ടാവും. ആ കൺഫ്യൂഷനാണ് വരുന്നത്. അച്ഛൻ വെച്ച് ദുഃഖമുണ്ട്. ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് ഞങ്ങളുടെ മനസ്സിൽ. അച്ഛൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഞങ്ങളുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ മരിച്ചത് ഇപ്പോഴല്ല. മനസ്സിലായി? നിങ്ങളുടെ അച്ഛൻ മരിച്ചത് നിങ്ങൾ എപ്പോഴാണോ ജനിച്ചത് അപ്പോൾ അച്ഛൻ മരിച്ചത്. ഇപ്പം തന്നെ മരിച്ചത്. കാരണം എൻ്റെ കാരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 2 സംഗതി. ഒന്ന് നിങ്ങൾ ജൈവശാസ്ത്രപരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ വേർപെട്ടതോടുകൂടി നിങ്ങൾ അച്ഛനെ മരിച്ചു കഴിഞ്ഞല്ലോ. ഈ സംഗതികൾ വേർപെട്ടതോടുകൂടി കാരണം നിങ്ങളുടെ അച്ഛൻ്റെ 30ാമത്തെ വയസ്സിലാണ് നിങ്ങളുണ്ടായത്. നിങ്ങൾക്ക് 60 വയസ്സാണ്. ആ 30 വർഷം കൊണ്ട് അച്ഛൻ്റെ ജൈവശാസ്ത്ര ശരീരം മുഴുവൻ മാറിയിട്ടുണ്ട്. ഇല്ലേ? ഓരോ സെല്ല് പുതിയ സെല്ലുണ്ടാവുന്നതല്ലോ. നിങ്ങൾക്ക് സൃഷ്ടി തരുന്ന സമയത്ത് അച്ഛൻ്റെ ഏത് സെല്ലാണ് എത്ര സെല്ലുണ്ടായിരുന്നോ 100% സെല്ലും പല ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്.
ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ ഭൗതികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശരീരം പോലെ സെല്ലുകൾ ചേർന്നാണല്ലോ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അച്ഛനപ്പം മരിച്ചു, അന്നേ മരിച്ചു. നിങ്ങളിത് സെല്ലുകൾ വേർപെട്ടപ്പോൾ നിങ്ങൾ അച്ഛൻ മരിച്ചു. ബോധമാണെങ്കിൽ സൃഷ്ടി നടക്കുന്ന മുഹൂർത്തത്തിൽ ഉള്ള ബോധം പിന്നീടാണ്. പിന്നെ അവനെ അടിക്കണ്ടായി, പിന്നെ അച്ഛനവനെ അടിയുണ്ടായി, ബോധം മാറിപ്പോയി. പിന്നെ ബോധം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ കുടുങ്ങി. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നാണ്. അപ്പോൾ സത്യം അച്ഛൻ അപ്പോഴേ മരിച്ചു. ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്. അച്ഛൻ ഉള്ളപ്പോൾ മകൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥത. മകൻ ജനിക്കുന്നതിന് അച്ഛൻ വേർപെട്ടു. മനസ്സിലായില്ല? അച്ഛനും മകനും എന്ന് പറയുന്ന ബോധം വേർപെടുന്നു. രണ്ടും മരിച്ചു കഴിഞ്ഞു. അച്ഛനും മകനില്ല, മകനുള്ളപ്പോൾ അച്ഛനില്ല എന്ന് പറഞ്ഞ് തിയറിയതാണ്. അപ്പോൾ ഈ ബോധം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ബോധം. അച്ഛനും മുത്തച്ഛനും അതിന് പിന്നെ പരമ്പരകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബലിയിടുമ്പോൾ തൻ്റെ അച്ഛന് മാത്രമല്ല ബലിയിടാം. 7 തലമുറകൾക്കും 21 തലമുറകളും ബലിയിടാറുണ്ട്. ആ തലമുറ സജീവമാണ്. അവരുടെ ചൈതന്യം നമ്മളുള്ളിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പിന്നോളം വയ്ക്കുമ്പോൾ 21 പ്രക്രിയയാണ്. 21 പേർക്കുണ്ട്, 21 പരമ്പരകൾക്കുണ്ട്. അപ്പോൾ ബലിക്രിയ അതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കൂടി നിന്നതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടും. ഞാൻ എന്ന് പറയുന്ന ബോധത്തെ വിഷ്ണു പാദത്തിൽ ലയിപ്പിക്കാം. വിഷ്ണുവിൻ്റെ വ്യാപിച്ചു നിൽക്കുന്ന പ്രപഞ്ചം ഈശ്വരീയത. ആ ഈശ്വരീയത ഉയരാൻ സഹായിക്കുന്നതാണ് ബലിക്രിയ. ഒരു പൂജയുടെ സാങ്കേതികത ഒന്നുമില്ല, സിമ്പിൾ. അവിടെ എള്ള് ഉപയോഗിക്കുന്നത്, എള്ളൊരു പ്രതീക വസ്തുവാണ്. എള്ളിൽ എണ്ണ പോലെ, ഒരു എള്ളിനകത്ത് ഓരോ ശരീരം എണ്ണയുണ്ടല്ലോ, ഇതുപോലെ പ്രപഞ്ചം മുഴുവൻ ഈശ്വരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി എള്ള് ഉപയോഗിക്കുന്നു. അത് ബുദ്ധിപരമായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാണ്. മനസ്സിലായി? അത് വിജ്ഞാന സാധനമാണ്. മരണത്തിന് ശേഷം ആത്മാവ് എന്തോ കിട്ടാതെ അലയുന്നു എന്നൊക്കെ പറയും. അതിലെന്തെങ്കിലും സത്യമുണ്ട്? അങ്ങനെ പറയും, ശാസ്ത്രജ്ഞരും പറയുന്നില്ല. വിശ്വാസത്തിലെന്താണ് എന്താണ് അലയുന്നത് എന്ന് ചോദിച്ചാൽ ഗീതയിൽ പറയുന്നത് ജാതസ്ഥിതി ധ്രുവവും മൃത്യു ധ്രുവം ജന്മ മൃതസ്ഥിച്ച. ജനിച്ചു കഴിഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, മരിക്കും. മനസ്സിലായോ? പുനർജന്മം ആർക്കാ ചോദിച്ചാൽ ആശയുണ്ടെങ്കിലേ പുനർജന്മമുള്ളൂ. മരിക്കുന്ന സമയത്ത് നീ എന്നെ തന്നെ വിചാരിച്ചാൽ എന്റേക്ക് ഇരിക്കുന്ന കൃഷ്ണമാണ്. ഈശ്വരൻ വിചാരിച്ചാൽ ഈശ്വരനിക്ക് ജയിക്കും. വേദനയ്ക്ക് വിചാരിച്ചാലോ അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ജയിക്കണം. മരിക്കുന്ന സമയത്താണോ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന മുഹൂർത്തത്തിൽ നീ എന്നെ പറ്റി വിചാരിച്ചാൽ എന്നേക്ക് ജയിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ ആത്മാവ് ജയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇല്ലെങ്കിലോ ആ ആശ സാധിക്കണം. ഈ പ്രപഞ്ചത്തിൽ